100 രൂപ വരെയുള്ള ഇടപാടുകൾക്ക് ഇന്ത്യൻ നാണയങ്ങൾ ഉപയോഗിച്ച് വിനിമയം നടത്താൻ ഇരു രാജ്യങ്ങളിലും നേരത്തെ തന്നെ അനുവാദമുണ്ട്. 500 രൂപ നോട്ടും 1000 രൂപ നോട്ടും കൂടി നിയമവിധേയമാകുന്നതോടെ മുഴുവൻ ഇന്ത്യൻ കറൻസികളും ഉപയോഗിച്ച് വിനിമയം സാധ്യമാകും. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ധനകാര്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. പുതിയ നീക്കത്തിലൂടെ കള്ളനോട്ടുകൾ വർദ്ധിക്കുമോ എന്ന ആശങ്ക റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉന്നയിച്ചതായാണ് വിവരം. ഇന്ത്യൻ കള്ളനോട്ടുകൾ നേപ്പാളിൽ വ്യാപകമായി ഉണ്ടാക്കുന്നുണ്ടെന്ന വിമർശനവും ഉദ്യോഗസ്ഥർ ഉന്നയിച്ചു. എന്നാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ കറൻസികളും നിയമവിധേയമാക്കാൻ യോഗം തത്വത്തിൽ തീരുമാനമെടുത്തതായാണ് സൂചന. പ്രധാനമന്ത്രിയുടെ അംഗീകാരത്തോടെ തീരുമാനമുടൻ പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ഈ മാസം 22-ന് തുടങ്ങാനിരിക്കുന്ന സാർക്ക് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് മുൻപായി നടക്കുന്ന ഈ നീക്കം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. ഇതുവഴി ഒരൊറ്റ നാണയം കൊണ്ട് തന്നെ ഇനി അയൽ രാജ്യങ്ങൾക്കിടയിൽ വ്യാപാര വിനിമയങ്ങൾ സാധ്യമാകും. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ഔദ്യോഗിക സന്ദർശനത്തിനായി ഇപ്പോൾ ഭൂട്ടാനിലുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക്